الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അനുഷ്ഠിച്ചും പാലിച്ചും ജീവിക്കുവാൻ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അല്ലാഹു അവന്റെ വിധിവിലക്കുകളെ യഥാവിധി അനുസരിച്ചും പാലിച്ചും ജീവിക്കുവാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസി സമൂഹം അവരുടെ വിശ്വാസം നിലനിർത്തുന്നിടത്ത് ധാരാളക്കണക്കിന് പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലും എത്ര പരീക്ഷണങ്ങളുണ്ടെങ്കിലും ഇസ്ലാമികമായ അടയാളങ്ങളെയും ചിഹ്നങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആരാധനകളെയും നെഞ്ചോട് ചേർത്ത് പാലിച്ചു ജീവിക്കുന്നവർക്ക് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കയ്യിൽ തീക്കട്ട പിടിക്കുന്നത് പോലെ ഇസ്ലാമിനെ ആചരിക്കുക എന്നത് പ്രയാസകരമാകുന്ന പരീക്ഷണങ്ങൾ വരെ ഒരു കാലഘട്ടത്തിൽ വിശ്വാസികൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നാണ്. ആ കാലഘട്ടത്തിൽ 50 ആളുകളുടെ പ്രതിഫലം ഒരു മുസ്ലിമിന് ഒരു നന്മക്ക് ലഭിക്കുമാർ അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദാനം പറയുന്നു. സ്വഹാബത്ത് ചോദിച്ചു, 50 ആളുകൾ എന്നൊക്കെ പറഞ്ഞല്ലോ, അതാരാണ്? നിങ്ങളിൽപ്പെട്ട 50 ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിനെ അനുഷ്ഠിക്കുന്നവർക്ക് അല്ലാഹു നൽകുമെന്ന്. 50 സ്വഹാബികൾക്ക് ലഭിക്കുന്ന കൂലി പരീക്ഷണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന കാലത്ത് ഇസ്ലാമിനെ ജീവിപ്പിക്കുന്ന വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങളും പരിഹാസങ്ങളും പലപ്പോഴും ഇസ്ലാം പാലിച്ച് ജീവിക്കുന്നവർക്ക് കേൾക്കേണ്ടി വരും. ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ബഹിഷ്കരിക്കുകയും
അപഹസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരെ അഭിമുഖീകരിക്കേണ്ടി വരും. ആ സമയത്തൊക്കെ ജനങ്ങളുടെ തൃപ്തിക്കു വേണ്ടി ഇസ്ലാമിനെ മാറ്റിവെക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ കോപത്തെ എരന്നു വാങ്ങുകയും ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കും. എന്നാൽ ആരാണോ ജനങ്ങൾ വെറുത്താലും അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് അവരാണ് ശരിയായ വഴിയിലുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കറിയാം, വിശ്വാസി സമൂഹം ഈ ഭൂമിശാസ്ത്രപരമായ അധിനിവേശത്തിന് വിധേയമാവേണ്ടി വരും. അവരുടെ കടകമ്പോളങ്ങളും അവരുടെ പാർപ്പിടങ്ങളും അവരുടെ പള്ളികളും അവരുടെ സ്ഥാപനങ്ങൾക്കുമേൽ ബുൾഡോസർ രാജുകൾ പ്രയോഗിച്ച് അധികാരം പറഞ്ഞ് അവകാശം പറഞ്ഞ് മുസ്ലിം സമൂഹത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അഡ്രസ് ഇല്ലാതെയാക്കുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ സമൂഹം അഭിമുഖീകരിക്കേണ്ടി വരും. ചെച്ചനിയൻ മുസ്ലിമീങ്ങളും ബോസ്നിയൻ മുസ്ലിമീങ്ങളും ഉയ്ഗൂർ മുസ്ലിമീങ്ങളും റോഹിംഗ്യൻ മുസ്ലിമീങ്ങളും ഇതിന്റെ ഇരകളാണ്. പലസ്തീനിലുള്ള മുസ്ലിമീങ്ങൾ ഭൂമിശാസ്ത്രപരമായ അധിനിവേശത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. മറ്റൊന്ന് സൈദ്ധാന്തികമായ അധിനിവേശമാണ്. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെയും ഇസ്ലാമിലെ സാങ്കേതിക ശബ്ദങ്ങളെയും വികലമായി അവതരിപ്പിക്കുകയും വക്രീകരിച്ച് ചിത്രീകരിക്കുകയും ഖുർആനിലെ പദപ്രയോഗങ്ങൾ വരെ തീവ്രവാദമാണ് എന്ന തരത്തിൽ മുദ്രകുത്തുകയും അമുസ്ലിമീങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു തുടങ്ങിയ പരാമർശങ്ങളൊക്കെ നടത്തി ഖുർആനിലെ വചനങ്ങളെ വളച്ചൊടിച്ച് അവതരിപ്പിച്ച് ഒരു സമൂഹത്തെ അപരവൽക്കരിക്കാനും സൈദ്ധാന്തികമായി അധിനിവേശം നടത്തുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ സമൂഹം അഭിമുഖീകരിക്കേണ്ടി വരും. മറ്റൊന്ന് സാംസ്കാരികമായ അധിനിവേശമാണ്. മുസ്ലിമീങ്ങളുടെ അടയാളങ്ങളെയും ചിഹ്നങ്ങളെയും അവരുടെ ജീവിത നിലവാരങ്ങളെയും അതിനുമേൽ അധിനിവേശം നടത്തി അത് അനുഷ്ഠിക്കാനും പാലിക്കാനും അനുവദിക്കാതിരിക്കുകയും അത് അനുഷ്ഠിക്കുന്നത് തീവ്രവാദപരമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിൽ സമുദായം പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നതാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാദമാണ് ഹിജാബ് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഹിജാബ് എന്ന പദം 5-6 സ്ഥലങ്ങളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. മറിയം ബീവി ഫത്തഖദത് മിൻ ദൂരിഹിം ഹിജാബ, അവരിൽ നിന്ന് ആണുങ്ങൾ കാണാത്ത വിധത്തിൽ ഒരു മറ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുകയും അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു എന്ന ഒരു പ്രയോഗം കാണാം. മറ്റൊന്ന് സൂറത്തു ഇസ്രാഈലിന്റെ 45-ാമത്തെ വചനമാണ്. അവിടെ പരിശുദ്ധ ഖുർആനിനെ കേൾക്കാത്ത വിധം അതിനോട് ഒരു മറ സ്വീകരിക്കുന്നതിനെ വിമർശിക്കുന്നിടത്ത് ഹിജാബ് മസ്തൂറ എന്ന ഒരു പ്രയോഗം കാണാം. അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ വന്ന് മുഅ്മിനീങ്ങളുടെ ഉമ്മഹാത്തുകളോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, അവർക്ക് അഭിമുഖമായി നേർക്കുനേരെ നിന്ന് സംസാരിക്കുന്നതിന് പകരം ഒരു മറയുടെ പിറകിൽ നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക എന്നൊരു പ്രയോഗം സൂറത്തു അഹ്സാബിന്റെ 53-ാമത്തെ വചനത്തിൽ കാണാം. സുലൈമാൻ നബിയുമായി ബന്ധപ്പെട്ടതും അള്ളാഹു നൽകുന്ന വഹയിന്റെ വിഷയത്തിലും ഒക്കെ ഇത്തരം ഹിജാബ് എന്ന പദപ്രയോഗം, നേർക്കുനേരെ പടച്ച റബ്ബ് പ്രത്യക്ഷപ്പെടാതെ ഒരു ഹിജാബിന്റെ പിറകിൽ നിന്നുകൊണ്ട് ഒരു മറക്കപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നതും വഹയ് നൽകുന്നതുമായ പ്രയോഗത്തിലൊക്കെ ഹിജാബ് എന്ന പദം പ്രയോഗിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. എന്നാൽ ഹിജാബ് എന്ന വാക്കിനെ വസ്ത്രധാരണവുമായി ബന്ധപ്പെടുത്തി നേർക്കുനേരെ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് ഖുർആനിലെ സൂറത്തു അഹ്സാബിലും സൂറത്തു നൂറിലും പ്രയോഗിച്ച പദപ്രയോഗങ്ങൾ വിശ്വാസികൾ എങ്ങനെയാണ് തങ്ങളുടെ വസ്ത്രം ധരിക്കേണ്ടത്, പ്രത്യേകിച്ച് വിശ്വാസിനികളായ സ്ത്രീകളുടെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു പ്രയോഗമാണ്. അതിങ്ങനെയാണ്, യാ അയ്യുഹൻ നബി, ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക്
ഒരു പരിഷ്കർത്താവ് എന്നുള്ള നിലക്ക് ആരിൽ നിന്ന് തുടങ്ങണം, എവിടെയെല്ലാം അത് പറയണം, എന്തെല്ലാം പറയണമെന്ന് സൂറത്തു അഹ്സാബിന്റെ 59-ാമത്തെ വചനത്തിൽ കാണാം. കുല്ലി അസ്വാജി, ഒന്നാമതായി പറയേണ്ടത് അങ്ങയുടെ ഭാര്യമാരോടാണ്. വബനാതി, അതേപോലെ തങ്ങൾക്ക് പിറന്ന പെൺമക്കളോടാണ്. വനിസാഇൽ മുഅ്മിനീൻ, സത്യവിശ്വാസിനികളായ മുഴുവൻ സ്ത്രീകളോടുമാണ്. എന്താണ് പറയേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരോട് ജിൽബാബ് ധരിക്കാൻ അങ്ങ് കൽപ്പിക്കണമെന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോട്, സ്വന്തം പെൺമക്കളോട്, മുഴുവൻ മുഅ്മിനാത്തുകളായ സ്ത്രീകളോടും ജിൽബാബ് ധരിക്കാൻ അങ്ങ് പറയണമെന്നാണ് പരിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നത്. ജിൽബാബ് എന്ന് പറഞ്ഞാൽ ശരീരം മൂടുന്ന വസ്ത്രമാണ്. ശരീരം ആസകലം മൂടുന്ന വസ്ത്രം ധരിക്കാൻ അള്ളാഹുവിന്റെ റസൂലിനോട് കൽപ്പന പറയുകയാണ്. എന്തിനാണ് ശരീരം പൂർണ്ണമായി മൂടുന്ന വസ്ത്രം ധരിക്കേണ്ടത്? അത് ഒരു ഐഡന്റിറ്റിയാണ്. മറ്റൊന്ന്, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനാണ്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഞാനൊരു മുസ്ലിമത്തായ പെണ്ണാണ്. ഒരു വിശ്വാസിനിയായ സ്ത്രീ ഈ വസ്ത്രം ധരിക്കുമ്പോൾ അവൾ സമൂഹത്തോട് വിളിച്ചു പറയുന്നത്, എന്നെ തുറിച്ചു നോക്കണ്ട, ഞാൻ എന്റെ റബ്ബിനെ ഭയപ്പെടുന്ന, എന്റെ റബ്ബിന്റെ കൽപ്പന പാലിക്കുന്ന വിശ്വാസിനിയായ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അതൊരു സത്യവിശ്വാസിനി എന്ന ഐഡന്റിറ്റിയാണ് ജിൽബാബ് ധരിക്കുന്നതിലൂടെ ഒരു പെണ്ണ് സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. മറ്റൊന്ന്, അത്തരം വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളുടെ മനസ്സ് പറയുന്നത്, നിങ്ങൾ എന്നെ തുറിച്ചു നോക്കുകയും എന്റെ ശരീരത്തിന്റെ മാംസള ഭാഗങ്ങൾ കാണുകയും ചെയ്യുന്ന രീതിയിലല്ല ഞാൻ വസ്ത്രം ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് എന്നെ കിട്ടില്ല, എന്നെ ഉപദ്രവിക്കരുത്. ഒരു പെണ്ണ് ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുകയാണ് വേണ്ടത് എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കൽപ്പന വിശ്വാസികളായ നമുക്കും ബാധകമാണ്. നമ്മൾ ഓരോരുത്തരും നിന്റെ ഭാര്യമാരോട് പറയണം. അതേപോലെ തന്നെ വലി ബനാതി, സ്വന്തം പെൺമക്കളോട് പറയണം. അതേപോലെ നമ്മുടെ അയൽവാസികളോടും നാമുമായി ബന്ധപ്പെടുന്നവരോടും നമ്മളോട് സഹകരിച്ചു ജീവിക്കുന്ന എല്ലാവരോടും ഇത് കൽപ്പിക്കണമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ജിൽബാബ് ധരിച്ചുകൊണ്ട് ഒരു വിശ്വാസിനി സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാൻ പാടുള്ളൂ എന്നാണ് നാം കാണുന്നത്. മറ്റൊരു വചനം, ഖുല്ലിൽ മുഅ്മിനാത്തി, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറ, യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന, അവരുടെ കണ്ണുകൾ താഴ്ത്തണം, വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരുടെ സ്വകാര്യ അവയവങ്ങളെ സംരക്ഷിക്കണം, വലാ യുബ്ദീന സീനത്തഹുന്ന, അവരുടെ സൗന്ദര്യം അവർ വെളിപ്പെടുത്തരുത്, അലങ്കാരങ്ങളെ പ്രകടിപ്പിക്കരുത്, ഇല്ലാ മാ ലഹറ മിൻഹാ, അതിൽ നിന്ന് വെളിവാക്കാൻ അനുവാദം ലഭിച്ചതിന്റെ വിഷയത്തിലല്ലാതെ, വൽയദ്രിബന ബിഖുമുരിഹിന്ന, അവരുടെ മൂടുപടങ്ങൾ, ശിരോവസ്ത്രങ്ങൾ അവർ അണിയണം, അവർ താഴ്ത്തിയിടണം, അലാ ജുയൂബിഹിന്ന, അവരുടെ മാറിടങ്ങളിലേക്ക്. ആ രൂപത്തിൽ അവരുടെ ശിരോവസ്ത്രങ്ങൾ അണിയുവാനും തല മറക്കുവാനും ആ തല മറച്ച വസ്ത്രം അവരുടെ നെഞ്ചിൻ ഭാഗത്തേക്ക് താഴ്ത്തിയിടുവാനും അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിക്കുകയാണ്. ഇതാണ് ഹിജാബുമായി ബന്ധപ്പെട്ട്, ജിൽബാബുമായി ബന്ധപ്പെട്ട്, ഖിമാറുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള വചനങ്ങൾ. ഈ വചനങ്ങൾ പാലിക്കാൻ വിശ്വാസിനികളായ സ്ത്രീകളോടും സ്വന്തം പെൺമക്കളോടും നമ്മുടെ ഭാര്യമാരോടും പറയണമെന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? നമ്മൾ ചെലവും കൊടുത്ത് വളർത്തുന്ന നമ്മുടെ പെൺമക്കളുടെ അവസ്ഥ എന്താണ്? ഈ വിഷയത്തിൽ എത്രത്തോളം ജാഗ്രത നാം പാലിച്ചിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിൻഫാനി മിൻ അഹ്ലിന്നാർ, നരകത്തിൽപ്പെട്ട, നരകത്തിന്റെ ആളുകളാണ് രണ്ട് വിഭാഗം ആളുകൾ എന്നാണ്. ഒന്ന്, ഭരണീയരെ ഉപദ്രവിക്കുന്ന ഭരണകർത്താക്കൾ. മറ്റൊന്ന്, ശരീരത്തിന്റെ ഔറത്ത് പുറത്തു കാണിച്ച് നടക്കുന്ന സ്ത്രീകൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിസാഉൻ, ചില സ്ത്രീകളുണ്ട്, കാസിയാത്തുന്ന, വസ്ത്രം ധരിച്ചവരാണ്,
നഗ്നകളായി നടക്കുന്ന ഉടുതുണി അണിയാത്തവരെ കുറിച്ചല്ല, വസ്ത്രം ധരിച്ച സ്ത്രീകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവരുടെ പ്രത്യേകത അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ആരിയാത്തും നഗ്നകളാണ് എന്നാണ്. മാത്രവുമല്ല മായിലാത്തും മുമീലാത്തും കൊഞ്ചിയും കുണുങ്ങിയും ചാഞ്ഞും ചെരിഞ്ഞും ആടിയും പാടിയും നടക്കുന്നവരാണ്. അതോടൊപ്പം ഒട്ടകത്തിന്റെ പൂഞ്ഞ പൊങ്ങി നിൽക്കുന്നത് പോലെ അവരുടെ തലമുടിയെ അവർ പൊങ്ങി നിൽക്കുന്ന രൂപത്തിൽ ധരിച്ചിട്ടുള്ള കെട്ടിയിട്ടുള്ള ആളുകളുമാണ്. ലാ യദ്ഖുലുൽ ജന്ന, അത്തരം സ്ത്രീകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജിദന റീഹഹ, സ്വർഗത്തിന്റെ പരിമളം പോലും ഇത്തരം ആളുകൾക്ക് ആസ്വദിക്കാനുള്ള അനുവാദം പോലും ലഭിക്കുകയില്ല. ഇങ്ങനെ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? വസ്ത്രം ധരിച്ചിട്ടും നഗ്നകളായവരെ കുറിച്ചാണ്. വസ്ത്രം ധരിച്ചിട്ടും എങ്ങനെയാണ് ഒരു പെണ്ണ് നഗ്നയായി മാറിയത്? അതിന്റെ കാരണം ആ ഹദീസിന്റെ വിശദീകരണത്തിൽ അതിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ശരീരത്തിന്റെ മറക്കാൻ കൽപ്പിക്കപ്പെട്ട ഭാഗങ്ങൾ പുറത്ത് കാണിച്ചുകൊണ്ടാണ് അവർ വസ്ത്രം ധരിച്ചിട്ടുള്ളത്. അവരുടെ കഴുത്ത് കാണാം, അവരുടെ മാറ് കാണാം, അവരുടെ കയ്യിന്റെ മാംസള ഭാഗങ്ങൾ കാണാം, അവരുടെ വയറ് കാണാം, അവരുടെ കണങ്കാലുകൾ പുറത്ത് കാണാം. ആ രൂപത്തിൽ വസ്ത്രം ധരിച്ചു. വസ്ത്രം ധരിച്ചിട്ടും നഗ്നകളാണ് എന്ന് പറഞ്ഞത് ഈ കാർക്കൂന്തലും മുടികളും അടക്കം പുറത്ത് കാണിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളാണ്. മറ്റൊന്ന്, ഈ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഉള്ളിലുള്ള വസ്ത്രങ്ങളും അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളും പുറത്തു കാണുന്ന രീതിയിലുള്ള നേർത്ത വസ്ത്രം ധരിച്ചവരാണ്. അതായത് ശരീരത്തിന്റെ ഉള്ളിലെ അവയവങ്ങളും അടിവസ്ത്രങ്ങളും അടക്കം പുറത്ത് കാണുന്ന തരത്തിൽ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളും വസ്ത്രം ധരിച്ചിട്ടും നഗ്നകളായി നടക്കുന്നവരാണ്. മറ്റൊന്ന്, അവരുടെ ശരീരത്തിന്റെ നിമ്നോന്നതികളും തുറിച്ചും തെറിച്ചും നിൽക്കുന്ന ഭാഗങ്ങളെ പ്രൊജക്ട് ചെയ്തും എക്സ്പോസ് ചെയ്തും ധരിക്കുന്ന വസ്ത്രങ്ങളാണ്. ഇടുങ്ങിയ വസ്ത്രം ധരിച്ച സ്ത്രീകളും ശരീരം മൂടിയിട്ടുണ്ടെങ്കിലും നഗ്നകളാണ് എന്നാണ്. ഈ മൂന്ന് നിലക്ക് വസ്ത്രം ധരിക്കുന്നവർ നരകത്തിന്റെ വിറകുകൊള്ളികളും സ്വർഗത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെടുന്നവരും സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയാത്തവരുമാണെങ്കിൽ നമ്മുടെ ഭാര്യമാരെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കുന്നത്? നമ്മുടെ പെൺകുട്ടികളുടെ വിഷയത്തിൽ നമ്മൾ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുകും റാഇൻ വമസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ ഓരോരുത്തരും അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആശ്രിതരുടെ വിഷയത്തിൽ നിങ്ങളുടെ ആശ്രിതർ, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ആശ്രയത്തിൽ ജീവിക്കുന്നവരാണ്, നിങ്ങളുടെ പെൺമക്കൾ നിങ്ങളുടെ ആശ്രയത്തിൽ ജീവിക്കുന്നവരാണ്, നിങ്ങളുടെ സഹോദരിമാർ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ആശ്രയത്തിലുള്ളവരാണ്. അവരുടെ വിഷയത്തിൽ നിങ്ങൾ ഓരോരുത്തരും ആഖിറത്തിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്ന് വിഭാഗം ആളുകൾക്ക് സ്വർഗത്തെ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതിലൊന്ന് ദയ്യൂത്തുകളാണ്. ദയ്യൂത്ത് എന്ന് പറഞ്ഞാൽ വൃത്തികേടുകളും തിന്മകളും ചെയ്യാൻ വീട്ടുകാർക്ക് അനുവാദം നൽകുന്ന ഗൃഹനാഥന്മാരാണ്. വീട്ടുകാർക്ക് പെൺമക്കൾക്ക് തെറ്റു ചെയ്യാൻ അനുവാദം കൊടുക്കുന്ന രക്ഷിതാക്കളാവട്ടെ, വ്യഭിചാരത്തിന് കൂട്ടിക്കൊടുക്കുന്ന രക്ഷിതാക്കളാവട്ടെ, പെൺമക്കളെ വിൽപ്പനച്ചരക്കാകളാക്കുന്ന രക്ഷിതാക്കളാകട്ടെ, യജമാനന്മാർക്ക് കൂട്ടിക്കൊടുക്കുന്ന രക്ഷിതാക്കളാവട്ടെ, അവർക്ക് വൃത്തികേടുകൾ ചെയ്യാൻ തെറ്റ് ചെയ്യാൻ അനുവാദം നൽകുന്ന ഗൃഹനാഥന്മാർ സ്വർഗത്തിന്റെ പടി ചവിട്ടുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാൻ ബാധ്യതയുണ്ട്. ഒരു സത്യവിശ്വാസിക്കോ ഒരു സത്യവിശ്വാസിനിയായ സ്ത്രീക്കോ അനുവാദമില്ല അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ ഒരു കാര്യം വിധിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഒരു ചോയ്സ് അല്ല, അതല്ല ഇതും ഞങ്ങൾക്ക് തെരഞ്ഞെടുക്കാം,
തിരഞ്ഞെടുക്കാം എന്ന് പറയാവുന്നതല്ല. അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും അനുസരണക്കേട് പ്രവർത്തിക്കുന്നവർ അവർ വ്യക്തമായ വഴികേടിലാണ്, അവർ വഴിപിഴവിലാണ്, വഴിപിഴച്ചു പോയവരാണ്. അള്ളാഹുവിനോടോ അള്ളാഹുവിന്റെ റസൂലിനോടോ എതിര് പ്രവർത്തിക്കാൻ പാടില്ലാത്തതാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നവർ അവർ കുഴപ്പത്തിലകപ്പെടും, വേദനാജനകമായ ശിക്ഷ അവർ അഭിമുഖീകരിക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും എന്നതാണ്. വേദനയേറിയ ശിക്ഷ നരകത്തിലുള്ളതാണ്. ആർക്കുള്ളതാണ്? അള്ളാഹുവിനോടോ റസൂലിനോടോ എതിര് പ്രവർത്തിക്കുന്നവർക്ക്. ഇവിടെ നമുക്കൊരു കൽപ്പന കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഭാര്യമാർ വസ്ത്രം ധരിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ പെൺമക്കളും സഹോദരിമാരും വസ്ത്രം ധരിക്കേണ്ടത്, മുസ്ലിം സ്ത്രീകൾ മുഅ്മിനാത്തുകളായ സ്ത്രീകൾ എങ്ങനെ വസ്ത്രം ധരിക്കണം, ഈ ധരിക്കാൻ കൽപ്പിക്കപ്പെട്ടിടത്ത് അത് വലിച്ചെറിഞ്ഞിടത്ത് അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി കണ്ടിടത്താണ് സമുദായം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഒരു മുസ്ലിം പെൺകുട്ടിയോട് നിനക്ക് നിന്റെ ഇസ്ലാം അനുസരിച്ച് വസ്ത്രം ധരിക്കാൻ അനുവാദമില്ല എന്ന് പറയാൻ എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് ധൈര്യം വന്നത് എന്നുള്ളിടത്ത് പ്രതികളായി മാറേണ്ടുന്ന ഒന്നാമത്തെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നാം ഇത് വലിച്ചെറിയാൻ തയ്യാറായി എങ്ങനെയും ഞങ്ങൾ നടക്കും. ഇപ്പൊ നമുക്കറിയാം, പൊതുവിദ്യാലയങ്ങളിൽ അടക്കം SPC പോലെയുള്ള സംവിധാനങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളായി നിൽക്കുമ്പോൾ ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് തിട്ടൂരമിറക്കാനും അതിന് അനുവാദം നൽകാതിരിക്കാനും എങ്ങനെ ഇവർക്ക് ധൈര്യം വന്നു എന്നതാണ്. ഒരു മുസ്ലിം പെൺകുട്ടിക്ക് അവളുടെ വസ്ത്രം ധരിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള ഈ പറയുന്ന പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗവാക്കാകാൻ സാധിക്കുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് അത് എടുത്തു കളയണമെന്ന് പറഞ്ഞപ്പോൾ അത് എടുത്തു കളയാൻ നമ്മുടെ ഉമ്മത്ത് തയ്യാറായി എന്നത് തന്നെയാണ് പ്രശ്നം. ഇവിടെ എനിക്ക് എന്റെ ശിരോവസ്ത്രം എന്റെ അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അത് ഒരു മുഅ്മിനത്തിന്റെ ഐഡന്റിറ്റിയാണ്, അത് അവളുടെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വിഷയമാണ്. ഞങ്ങൾക്ക് ഈ ഭരണഘടന അനുവാദം നൽകുന്നുണ്ട് അവനവന്റെ മതത്തെ ആചരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതിനനുസരിച്ച് അനുഷ്ഠാനങ്ങൾ ചെയ്യാനും വസ്ത്രം ധരിക്കാനും സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും ആരാധനാലയങ്ങൾ നിർമ്മിക്കുവാനും ജനങ്ങളോട് അത് വിളിച്ചു പറയാനും നമ്മുടെ ഭരണഘടന അനുവാദം നൽകുന്ന ഈ രാജ്യത്ത് ജീവിക്കുന്ന നമ്മുടെ ശിരോവസ്ത്രം എങ്ങനെ വലിച്ചെറിഞ്ഞു എറിയപ്പെട്ടു എന്നത് അതിന്റെ ഉത്തരവാദികളായി മാറുന്നത് നമ്മൾ തന്നെയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കൽപ്പന സ്വർഗവും നരകവും പറഞ്ഞ തിന്മന്ത വൻ പാപമാണ്. സ്വർഗം കൊണ്ട് താക്കീരിച്ച് സ്വർഗം തരില്ലെന്ന് പറഞ്ഞ ഒരു തിന്മ, നരകത്തിലിട്ട് ശിക്ഷിക്കുമെന്ന് പറഞ്ഞ ഒരു തിന്മ, അത് വൻ പാപമാണ്. ആ വൻ പാപത്തിന്റെ ഇരകളായി മാറുന്നിടത്ത് നമ്മുടെ ഭാര്യമാരും നമ്മുടെ സഹോദരിമാരും നമ്മുടെ പൊന്നുമക്കളും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഞങ്ങളുടെ വസ്ത്രം ഞങ്ങൾ ധരിക്കും ഞങ്ങളുടെ മതാചാര പ്രകാരമെന്ന് പറയുന്നതാണോ തീവ്രവാദം? അതല്ല, നിങ്ങളുടെ മതാചാര പ്രകാരം നിങ്ങൾ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണോ തീവ്രവാദം? അതുകൊണ്ട് ഇവിടെ ഇരകളായി മാറി പലപ്പോഴും ഇരവാദം ഉന്നയിക്കപ്പെടുന്നിടത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഇരകളാക്കപ്പെടുന്നു എന്നതാണ് പ്രശ്നം. പരീക്ഷയ്ക്ക് കോപ്പി തിരികിപ്പോയാൽ പിന്നെ ശിരോവസ്ത്രം ധരിച്ച് നീറ്റ് പരീക്ഷ എഴുതാൻ അനുവദിക്കാത്ത വിധം ഒരു സമുദായം പരീക്ഷിക്കപ്പെടും. എവിടെയാണോ അള്ളാഹുവിന്റെ കൽപ്പന ലംഘിക്കപ്പെടുന്നത്, എവിടെയാണോ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നത്, അവിടെയെല്ലാം ഒരു സമൂഹം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്കൊരു നിലപാട് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പാലിച്ചുകൊണ്ട് ഞാനും എന്റെ കുടുംബവും ജീവിച്ച് ഈ ലോകത്തെ ജീവിതം അവസാനിക്കുന്നതുവരെ അള്ളാഹുവിന്റെ കൽപ്പനകളെ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈ രംഗത്ത് നിലനിൽക്കുവാൻ സാധിക്കുക. അപ്പൊ നമുക്കറിയാലോ, പാന്റ്, ടീഷർട്ട്, ഈ പാന്റ് എന്ന് പറയുന്നത് പുരുഷന്മാരുടെ വസ്ത്രമാണ്, അത് സർവാംഗീകൃതമാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ലാന റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചതാണ് ഒരു പുരുഷന്റെ വേഷം ധരിക്കുന്ന പെൺകുട്ടി, അതേപോലെ തന്നെ പെൺകുട്ടികളുടെ വേഷം ധരിക്കുന്ന പുരുഷന്മാർ അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരാണ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോ ഏതർത്ഥത്തിലാണ് ടെക്സ്റ്റൈൽസുകളിൽ നിന്ന് ഇത് വാങ്ങിക്കൊടുക്കുക? ഇനി അതുമല്ല, നമ്മൾ ധരിക്കേണ്ട വസ്ത്രം ഏത് എന്ന് തീരുമാനിക്കപ്പെടുന്ന സാംസ്കാരികമായ അധിനിവേശത്തിന്റെ ഇരകളാണ്. ശരീരം മൂടുന്ന വസ്ത്രം ധരിക്കാൻ ലഭിക്കുന്നിടത്ത് കുറവാണ്.
അത് കിട്ടാത്ത വിധം ടെക്സ്റ്റൈൽസുകൾ അട്ടിമറിക്കപ്പെട്ടു. എന്നിട്ട് നിങ്ങൾ ഇത് ധരിച്ചാൽ മതി എന്ന തരത്തിൽ നമ്മളെ ഈ പറയുന്ന കുഫറിന്റെയും നിഫാഖിന്റെയും ശിർക്കിന്റെയും വസ്ത്രങ്ങൾ ധരിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ ഒരു സമൂഹം ഇവിടെ പ്രയാസപ്പെടും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, വാങ്ങി ധരിക്കുമ്പോ എന്റെ പെൺകുട്ടി ഒരിക്കലും ഒരു പുരുഷന്റെ പാന്റ് ഇട്ടിട്ടും ടീഷർട്ട് ഇട്ടിട്ടും അല്ല നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ പറ്റണം. ഇതൊക്കെ പലപ്പോഴും എന്താ രക്ഷിതാക്കൾ പറയാം, ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പിടിച്ചു നിൽക്കാൻ പറ്റണില്ല, നമ്മൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനൊക്കെ കൃത്യമായ നിലപാടുകൾ രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഏതൊരു വിഷയത്തിൽ പല രംഗത്തും ഫ്ലെക്സിബിളാണ്. എല്ലാത്തിനും നമ്മൾ അനുവാദവും മൗനാനുവാദവും നൽകാൻ, അള്ളാഹുവിന്റെ കൽപ്പന ലംഘിക്കാൻ മക്കൾക്ക് അനുവാദം നൽകാൻ നമുക്കാരാണ് അധികാരം തന്നത്? അത്തരം ദയ്യൂത്തുകളുടെ വിഷയത്തെയാണ് സ്വർഗത്തിന്റെ പടി ചവിട്ടൂല എന്ന് പറഞ്ഞത്. അള്ളാന്റെ കൽപ്പന ലംഘിക്കാൻ ഞാൻ നിനക്ക് അനുവാദം വന്നിരിക്കുന്നു എന്ന് പറയാൻ ഒരു മനുഷ്യനെന്ത് അധികാരമുള്ളത്? അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു കനപ്പെട്ട തീരുമാനം എടുത്തേ പറ്റുള്ളൂ. കാരണം ഇത് സ്വർഗത്തിന്റെ വിഷയമാണ്, ഇത് നരകത്തിന്റെ വിഷയമാണ്, ഇത് നമ്മുടെ പൊന്നുമക്കൾ ശിക്ഷിക്കപ്പെടുന്ന വിഷയമാണ്. തീർച്ചയായും ഈ രംഗത്ത് അള്ളാഹുവിന്റെ ശാപം കിട്ടാത്ത വിധത്തിലുള്ള ഒരു പാരന്റിംഗ് നമുക്ക് സാധ്യമാവണം. അതല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ എത്തുമ്പോഴുള്ള ദയനീയമായ രംഗം പരിശുദ്ധ ഖുർആനിൽ കാണാം. അല്ലാഹുമ്മ ജഅൽഹുമാ തഹ്ത അഖ്ദാമിന, എന്നെ വഴികേടിലൂടെ നയിച്ച, എന്നെ വഴികേടിലേക്ക് എത്തിച്ച എന്റെ രക്ഷിതാക്കളെ എന്റെ കാലിന്റെ ചുവട്ടിലാക്കിക്കൊണ്ട റബ്ബേ, അവരുടെ ദേഹത്ത് ചവിട്ടു നിന്നിട്ടാണെങ്കിലും നരകത്തിന്റെ ചൂടിൽ നിന്ന് ഞാൻ അല്പം ആശ്വാസം കിട്ടുമോന്ന് നോക്കട്ടെ എന്ന് സ്വന്തം മക്കൾ നാളെ നരകത്തിൽ ചവിട്ടി മതിക്കുന്ന ദുരന്ത കാഴ്ചയെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തൊണ്ടയിലേക്ക് മരണം വന്നെത്തിച്ചേർന്ന് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുന്ന ധീരനായ ഒരു മുസ്ലിമായി മാറാൻ ഈ രക്ഷിതാക്കളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മതയോടുകൂടി ഈ രംഗത്ത് നിലകൊള്ളാനുള്ള തൗഫീഖ് നൽകി നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على خير خلقه محمد نبينا صلى الله عليه وآله وصحبه وسلم. أيها الناس اتقوا الله عباد الله. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചും പാലിച്ചും ഓരോ കാലടിയും മുന്നോട്ട് വെക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നരകാഗ്നിയിൽ ശിക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് ഒരു പ്രയോഗമാണ്, നിങ്ങളൊക്കെ നരകത്തിൽ പോവാൻ എന്താണ് കാരണം? ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ, ഞങ്ങൾ ഇങ്ങനെ ഒഴുക്കിനൊപ്പം നീന്തിപ്പോകുന്ന, നാടോടൊപ്പം നടുവേ ഓടുക എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ മതി എന്ന് വിചാരിച്ച് ജീവിച്ചവരാണ്. ആടാൻ പറഞ്ഞ ആടും, ചാടാൻ പറഞ്ഞ ചാടും. കുരങ്ങളെ ജന്മാണ് അങ്ങനെ ഉണ്ടാവുക. ഒരു ഡിജിറ്റൽ ശബ്ദത്തോടു കൂടി ഒരു പാട്ടിട്ടെന്നാൽ അതിന്റെ മുമ്പിൽ ചാടിത്തുള്ളുന്ന ആ മായിലാത്തും മുമീലാത്തും എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ. അതായത് ഇതാ ലഹറത്തിൽ ഖയ്യിനാത്ത്, പാട്ടുകാരികളും നൃത്തം ചെയ്യുന്നവരുമായ സ്ത്രീകൾ ഒരു രാജ്യം ശിക്ഷിക്കപ്പെടാനുള്ള കാരണമാണ്. ആ സമയത്ത് അത്തരത്തിൽ പെരുമാറുന്ന ഒരു ഖൗമ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും നിങ്ങൾ കാണേണ്ടി വരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇങ്ങനെ പൊതുനിരത്തുകളിൽ ഔറത്ത് മറക്കാതെ പ്രത്യക്ഷപ്പെടുകയും ഈ പറയുന്ന സ്റ്റാറ്റസ് വെച്ച് സ്വന്തം വീട്ടിലെ അടുക്കള രംഗങ്ങൾ മുഴുവൻ മറ്റുള്ളവർക്ക് കാണാനുള്ള കാഴ്ചയുടെ വിരുന്നൊരുക്കുകയും ചെയ്യുന്നവർ. എന്തെല്ലാം പേക്കൂത്തുകളാണ് സ്വന്തം വീട്ടിൽ കല്യാണം ഉണ്ടാക്കുക. കല്യാണത്തിന് ശരീരം മുതിർന്ന സ്ത്രീകൾ തുള്ളിച്ചാടി കുലുക്കിയാടി എന്നിട്ടത് സ്റ്റാറ്റസ് വെച്ച് സമൂഹത്തെ മുഴുവൻ കാണിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു മറക്കാനും സൂക്ഷിക്കാനും പറഞ്ഞതിനോട് അങ്ങനത്തെ ആ ഒരു ചാരിതാർത്ഥ്യവും പതിവ്രതയും കാത്തു സൂക്ഷിക്കുന്നവരാണ് ഏറ്റവും നല്ല സ്ത്രീകൾ എന്ന് റസൂൽ പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ ആ ക്വാളിറ്റി ഒക്കെ വലിച്ചെറിഞ്ഞ് ഒരു തരം എക്സ്പോയിനിസവും എക്സിബിഷനിസവും പ്രദർശനപരതയും മറ്റുള്ള ആളുകളെ കാണിച്ചത് കൊടുക്കുന്ന അവനവന്റെ സ്വകാര്യതകളെ പോലും ഒപ്പി ജനങ്ങൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹവും ഒരു സിനിമയും സെലിബ്രിറ്റികളും നടിമാരും എന്താണോ ചെയ്യുന്നത് അത് അതേപോലെ അനുകരിക്കുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറിപ്പോവുക. എന്തിനൊക്കെ ആളുകൾ വ്യാപൃതരായി ജീവിക്കുന്നു അതിന്റെ ഒക്കെ പങ്കുപറ്റികളായി ഞങ്ങളും മാറി. ഇതാണ് നരകത്തിലെത്താനുള്ള കാരണമെന്ന്. അതുകൊണ്ട് ഒഴുക്കിനൊപ്പം ഒഴുകിപ്പോകുന്ന പൊങ്ങിക്കാണപ്പെടുന്ന പൊങ്ങുതടികളുടെ റോളല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മറിച്ച് ഈ രംഗത്ത്, സാംസ്കാരികമായ രംഗത്ത് കൃത്യമായ അച്ചടക്കം നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊല എന്ന് പരിശുദ്ധ ഖുർആനിൽ സ്ത്രീകളോടുള്ള കൽപ്പനയാണ്. വെറുതെ ജാഹിലിയ്യത്തിലെ സ്ത്രീകൾ കാരണമൊന്നുമില്ലാതെ പുറത്തിറങ്ങി നടക്കുന്നത് പോലെ നിരത്തിലൂടെ അലയുന്നവരായി നിങ്ങൾ മാറരുതെന്ന്. എന്തിനും ഏതിനും വീട്ടിലിരിക്കാൻ തന്നെ ബോറ. വീട്ടിലിരിക്കാൻ ബോറായതുകൊണ്ട് പുറത്തിറങ്ങണം. ഒരു ഭർത്താവിന് കുന്നോളം ശമ്പളമുണ്ടെങ്കിലും പിന്നെയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം എന്നാണ് ടെൻഡൻസി. ഈ അള്ളാന്റെ കൽപ്പന വഖർന ഫീ ബുയൂതികുന്ന, വീട്ടിൽ അടങ്ങിയിരിക്കണം എന്നാണ്. അത് അവകാശ ധ്വംസനമാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഈ സമൂഹത്തിന്റെ ധാർമ്മികതയുടെ മേൽ പരിഹാസത്തിന്റെ ചിരിചിരിച്ച് വ്യഭിചാരികളുടെ ലോകം സൃഷ്ടിക്കുന്നതിനേക്കാൾ അള്ളാന്റെ കൽപ്പനയാണ് സ്ത്രീകൾ വീട്ടിൽ അടങ്ങിയിരിക്കണം എന്നുള്ളത്. ഇത് മൻസുഖായ ആയത്തൊന്നല്ല. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊല, ജാഹിലിയ്യത്തിലെ സ്ത്രീകൾ എഴുന്നേറ്റ് നടന്ന് അങ്ങാടികളിലൂടെയും നിരത്തുകളിലൂടെയും ആവശ്യമില്ലാതെ കറങ്ങി നടക്കുന്ന, ഔറത്ത് കാണിച്ച് നടക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ അലഞ്ഞു തിരിയരുത് എന്നത് അള്ളാന്റെ കൽപ്പന തന്നെയാണ്. ആ കൽപ്പനയെ പാലിക്കാൻ സാധിക്കാത്തിടത്താണ് ഈ അധാർമിക പ്രവണതകളും അശ്ലീലതകളും ആഭാസത്തരങ്ങളും ഇന്ന് നിറഞ്ഞാടാനുള്ള കാരണം. നടക്കാൻ പറ്റുമോ തെരുവിലൂടെ? വിദ്യാർത്ഥിനികളും ഈ പറയുന്ന കെട്ടിടങ്ങളുടെ മറയിൽ പലവിധ തോന്നിവാസങ്ങളും ചെയ്യുന്നത് കാണേണ്ടി വരുന്നില്ല. മിണ്ടിയ സദാചാര ഗുണ്ടായിസം എന്ന ചാപ്പകുത്തല്ലേ, അമ്മാവൻ ബൈബിൾ എന്ന് പറഞ്ഞ് പരിഹസിക്കല്ലേ, മിണ്ടാൻ പാടില്ലാത്ത വിധത്തിൽ ശബ്ദത്തെ മുടക്കുന്ന രീതിയിൽ ഇവിടെ പല ആളുകളും നിയമനിർമ്മാണങ്ങൾ അടക്കം നടത്തിയിട്ട് ഒരു സമൂഹത്തിന്റെ ധാർമ്മിക ബോധത്തിന്റെ മുകളിലാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല, ഇടപെട്ടേ പറ്റുള്ളൂ. ഇത് ഇടപെടാത്ത ഒരു കൗമ് ഉണ്ടെങ്കിൽ ആ കൗമിനെയും ശിക്ഷിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു അനീതിയോ അക്രമമോ തിന്മയോ അശ്ലീലതയോ പ്രവർത്തിക്കുന്ന ഒരുത്തന്റെ കൈപിടിച്ച് അരുതേ എന്ന് പറയാത്തവരെ പടച്ചറമ്പ് പിടിച്ച് ശിക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാ ലൂത്ത് നബിയുടെ സമുദായത്തെ അടക്കം 6 ശിക്ഷയാണ്. സൊഡോമിസ്റ്റുകളായ ഒരു ജനക്കൂട്ടത്തെ പടച്ചറമ്പ് കൈകാര്യം ചെയ്തത് 6 ശിക്ഷകൾ കൊണ്ടാണ്. 6 ശിക്ഷ. അത് താങ്ങാൻ പറ്റാത്തതാ. ഭൂമി വിഴുങ്ങുന്ന, ഭൂമി കീഴ്മേൽ മറിക്കപ്പെടുന്ന, പർവ്വതങ്ങൾ താഴേക്ക് നിലംപൊത്തി ഒരു സമൂഹം അതിന്റെ അടിയിൽ ശ്വാസം മുട്ടി പിടയുന്ന ഘോര ശബ്ദമടക്കമുള്ള ആകാശ ലോകത്തിൽ നിന്ന് നരകത്തിലെ ചെൽമഴ വർഷിപ്പിച്ചുകൊണ്ട് ഒരു കൗമ് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടെന്നറിയാം? തിന്മയോട് രാജിയായി പോയി ആ ജനത. പ്രവാചകന്റെ ഭാര്യ പോലും കൂട്ടിക്കൊടുപ്പുകാരായി മാറുക, സ്ത്രീകൾ പോലും ഈ തോന്നിവാസത്തെ അംഗീകരിക്കുക, അതിനുവേണ്ടി പേനകൾ ചലിപ്പിക്കുക. ഇത്തരത്തിലുള്ളൊരവസ്ഥയാണ്. ഒരു 2 പെൺകുട്ടികളെ പ്രമോട്ട് ചെയ്യുന്ന കാരണങ്ങൾ സോഷ്യൽ മീഡിയകളിൽ തോന്നിവാസം ചെയ്തിട്ട്, ഈ തോന്നിവാസത്തിനൊക്കെ കൂടി ഈ പച്ച വിരിച്ചു കൊടുക്കുന്ന, അതിന് വെള്ളം പൂശുന്ന, അതിന് ഹൈലൈറ്റ് ചെയ്ത് ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് സമൂഹത്തെ കൊണ്ടുവരുന്ന മനോഭാവം സൃഷ്ടിക്കുകയാണ് ഇവിടെ. എന്നിട്ട് അതൊന്നും കണ്ടിട്ട് ധാർമ്മികതയുടെ ശബ്ദം ഉച്ചരിക്കാത്ത ആളുകളുണ്ടല്ലോ, അവരെ കൂടി പിടിച്ച് ശിക്ഷിക്കപ്പെടുന്ന അത്തരം കുരങ്ങുകളും പന്നികളുമായി രൂപം മാറ്റപ്പെട്ട ചരിത്ര സംഭവം ഇസ്രായേലുകാരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ അവരെ കാര്യത്തിൽ ഇടപെടുന്നു ചോദിച്ചില്ലേ? അവരും കൂടി അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് ഭാഗമാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്.
അതുകൊണ്ട് ഈ വിഷയത്തില് നമ്മൾ ഒരു പതിവ്രതകൾ ഈ പുറത്തിറങ്ങാൻ പഠിക്കാനോ ചികിത്സക്കോ എന്തെങ്കിലും ആരാധനാപരമായ കാര്യങ്ങൾക്കോ വെളിയിലിറങ്ങേണ്ടി വന്നാൽ പോലും അത് ഇസ്ലാം പഠിപ്പിച്ച ജിൽബാബ് ധരിച്ച് ഹിമാർ ധരിച്ചുകൊണ്ട് വളരെ തഖ്വയോടുകൂടി സഞ്ചരിക്കുക. അലൈക്കും ബിഹാഫാത്തി ത്വരീഖ് എന്ന് കണ്ടിട്ടുള്ള ഹദീസിൽ ഒരു സ്ത്രീ പൊതുനിരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നടന്നു പോകുമ്പോ വഴിയുടെ ഓരം ചേർത്ത് ഒതുങ്ങി നടക്കണമെന്ന് വരെ ഹദീസിൽ കാണാം. എങ്ങനെയാണ് ഒരു പെണ്ണ് പൊതുനിരത്തിലൂടെ നടക്കേണ്ടത് എന്നുവരെ, അല്ലാതെ ഒന്നായിട്ട് തെറിപ്പിച്ചും തുറിപ്പിച്ചും വന്നിട്ട് സമൂഹത്തിന്റെ മുമ്പിലൂടെ മുട്ടുരുമിയും തൊട്ടുരസിച്ചുമുള്ള ഒരു നടത്തൊന്നല്ല. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നരകമെന്ന സംവിധാനം ഒരുക്കി വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ടത് സ്ത്രീകളാണ് എങ്കിൽ ഈ വിഷയത്തിൽ ഭയപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് ധാർമ്മികതയുടെ ഇത്തരം കൽപ്പനകളെ വളരെ തഖ്വയോടുകൂടി പാലിക്കാനുള്ള മര്യാദ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട സഹോദരിമാർക്കും ഉമ്മത്തിനുമുണ്ട് എന്ന് തിരിച്ചറിയാൻ അള്ളാഹുവിന്റെ ഈ കൽപ്പനകളുടെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രംഗത്ത് ഖുറബാവുകൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മംഗളം പാടിയ ഒരു ഹദീസ് കാണാം. തൂബാലിൽ ഖുറബാന ബദഅൽ ഇസ്ലാം ഗരീബ. ഇസ്ലാം വന്നപ്പോൾ തന്നെ ഒരു സ്ട്രേഞ്ചർ ആയിട്ടാണ് വന്നത്. കാരണം ആർക്കും ഇത് പരിചയമില്ല. എന്താണ് ധാർമ്മികത, എന്താണ് നീതി, എന്താണ് പെൺകുട്ടികൾക്ക് സ്വത്തവകാശം, എന്താണ് അവരുടെ വിഷയത്തിൽ ഇസ്ലാം വകവെച്ചു കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, ഇതൊന്നും അറിയാത്തൊരവസ്ഥയിലാണ് ഇസ്ലാം കയറി വരുന്നത്. ഇതേ അവസ്ഥയിലേക്ക് എന്താണ് ഇസ്ലാം എന്ന് തിരിയാത്ത വിധം ഇരുട്ടിൽ തപ്പുന്ന ഒരു കാലത്ത് ആരാണോ യുസ്ലിഹൂന മാ അഫ്സദന്നാസ്, ജനങ്ങളൊക്കെ ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനെ നന്നാക്കി ജനങ്ങൾക്ക് നന്മ പറഞ്ഞുകൊടുത്ത് അവരെ ധാർമ്മികതയിലേക്ക് ക്ഷണിക്കുന്നത് അവരാണ് ഖുറബാഉകൾ. അവർക്ക് സ്വർഗത്തിലെ തൂബ താഴ്വരയുണ്ട് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയും ആ പ്രവാചകന്റെ അറിയിപ്പുമാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ രംഗത്ത് സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ഈ ധാർമ്മികതയുടെ പ്രയോക്താക്കളായി പ്രബോധകന്മാരായി മാറാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്തിയോടെ തഖ്വയോടെ ധാർമ്മികതയോടെ ജീവിക്കുന്ന നല്ല വിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോകുന്ന അനവധി നിരവധി പാപങ്ങളുണ്ട്. എല്ലാം ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി നൽകണമേ അല്ലാഹുവേ. നിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കുക വഴി ലഭിക്കുന്ന നിർഭയത്വവും സുരക്ഷിതത്വത്തെയും തിരിച്ചറിഞ്ഞ് വിവേകത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾ അനുഗ്രഹിക്കണമേ അല്ലാഹുവേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, അവരുടെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയെയും പ്രിയപ്പെട്ട ഉപ്പയെയും കൂടപ്പിറപ്പുകളെയും ആദർശ ബന്ധുക്കളെയും ഇഷ്ടഭാജനങ്ങളെയും ഒരു പ്രാർത്ഥനയിലും ഞങ്ങൾക്ക് മറക്കാനാവില്ല. റഹ്മാനായ റബ്ബേ, അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കണം റഹ്മാനെ. ശാരീരികമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരും അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ട പാവങ്ങൾ, പടച്ചവനെ, മഹാമാരിയിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അത്തരം കടുത്ത പരീക്ഷണങ്ങൾ വരാത്ത വിധം ഞങ്ങളോട് കരുണ കാണിക്കണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരും കടം കൊണ്ട് വീർപ്പുമുട്ടുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങളുടെ ഉപജീവനത്തിലും ഞങ്ങളുടെ ജോലിയിലും കൂലിയിലും നിന്റെ കാരുണ്യം വർഷിക്കണം റഹ്മാനെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഒരു സുഹൃത്ത് ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. അല്ലാഹുവേ, അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫാഇനെ പ്രദാനം ചെയ്യണമേ ഇത്തരം രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പടച്ചവനെ. താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യതകൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന വിധത്തിലുള്ള അസുഖങ്ങളും വിഷമങ്ങളും ഇല്ലാത്ത വിധം ഞങ്ങളെ സഹായിക്കണമേ അല്ലാഹുവേ. ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ മറ്റൊരു വിഭാഗം നരകത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുമ്പോൾ സ്വർഗ പൂങ്കാവനത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക്, ഫലസ്തീനിലെ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നൽകണമേ ആകാശ ലോകത്ത് നിന്നുള്ളതിന്റെ സഹായം അവർക്ക് ഇറക്കി കൊടുക്കണമേ അവരെ ഉപദ്രവിക്കുന്നവരെ നീ അടക്കി നിർത്തണമേ അവരുടെ മുഴുവൻ കുതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണമേ ഇന്ത്യയിൽ നിന്നും പല വിധത്തിലുമുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ നിർഭയത്വവും സ്വാതന്ത്ര്യവുമുള്ള ഒരു മണ്ണ് എന്നും എപ്പോഴും ഞങ്ങൾക്ക് നിലനിർത്തി നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منكم والأموات ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.